ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ചെടികളൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ഇത് മിറാക്കൽ ഫ്രൂട്ടിൻ്റെ തൈയാണ്. അതിൻ്റെ തടം ഒന്ന് കളച്ചെടിയിലൊക്കെ ഇല്ലാതെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കുറേ പപ്പാളിൻ്റെ തൈയൊക്കെ ഉണ്ടായിരുന്നു, കിച്ചൺ വേസ്റ്റൊക്കെ ഇടുന്നത് കൊണ്ട്. അപ്പോൾ അതെല്ലാം പറിച്ചെടുത്തു. പിന്നെ അതിൽ ഒരെണ്ണം കീഴാർ നെല്ലിയുടെ തൈ ഉണ്ടായിരുന്നു. അത് പിന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ തന്നെ വെച്ച്. നമ്മളെ പറമ്പ് ഫുള്ളുണ്ട്. എന്നാലും കുറേ ആൾ ഇങ്ങനെ ചോദിച്ച് വരാറുണ്ട് മഞ്ഞപ്പിത്തത്തിന് മരുന്നിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഈ തൈ ഒരിക്കലും പറിച്ച് മാറ്റാറില്ല. അപ്പോൾ അതിൽ തന്നെ നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം മണ്ണെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതുപോലെ കളച്ചെടികളെല്ലാം എടുത്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഓരോരോ ചെടികൾക്കും ചെയ്യണം. ഇങ്ങനെ മണ്ണ് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. നമുക്ക് എയർ കടന്നു പോകാനും അതുപോലെ തന്നെ നമുക്ക് വേരൊക്കെ ഒന്ന് നല്ല പടർന്ന് പിടിക്കാനും സാധ്യത നമ്മൾ തന്നെ അത് ഒരുക്കി കൊടുക്കണം. മണ്ണ് ഇങ്ങനെ കട്ടായിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടാവുമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ മണ്ണ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത ശേഷം ഞാൻ കുറച്ച് എന്തെങ്കിലും വളങ്ങൾ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. കണ്ടോ എത്ര തൈ അതിലുണ്ടായിരുന്നു. അതെല്ലാം പറിച്ച് മാറ്റി. മൺപുഴുവൊക്കെ നല്ല ഉഷാറിലുണ്ട്. എന്നാലും ഈ മണ്ണിന് ഒരു കുഴപ്പമുണ്ട്, എന്തോ ഒരു പശ പോലെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അതിൽ കുറച്ച് മണ്ണിര കമ്പോസ്റ്റും ചാണകപ്പൊടി മണൽ എല്ലാം മിക്സാക്കിയ മണ്ണുണ്ടായിരുന്നു. പിന്നെ ഈ തൈ വെക്കുമ്പോൾ ഞാൻ നിറച്ച് മണ്ണ് ഇട്ട് കൊടുത്തിട്ടില്ല, ഒരു അരഭാഗം മാത്രമേ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ മിക്സാക്കി ഇട്ട് കൊടുത്തത്. ഇട്ട് കൊടുത്ത ശേഷം വെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഈ തൈ റെഡിയായി. പിന്നെ അടുത്ത തൈയിലേക്ക് പോവാം. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഒരിക്കലും കെട്ടി നിൽക്കാൻ പാടില്ല. ഇപ്പോൾ കണ്ടോ, ഞാനിങ്ങനെ ഒഴിച്ചു കൊടുത്തത് ആവശ്യത്തിന് മാത്രമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കൂടുതൽ ഒഴിച്ചു കൊടുത്തെങ്കിലും അതിങ്ങനെ നമ്മൾ ഇട്ട വളങ്ങളൊക്കെ ഒഴുകി പോകുമല്ലോ, അതുകൊണ്ട്. പിന്നെ നമുക്ക് ഇത് കണ്ടോ, ഇപ്പം ഞാൻ കാണിക്കുന്ന ഈ ടൂള് എല്ലാവർക്കും അറിയാതിരിക്കാം. ഇതിനെ നമ്മൾ പറയുന്നത് ഇടുക്കി എന്നാണ്. ഇടുക്കി കേരളത്തിൽ ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. പക്ഷേ ഇടുക്കി എന്ന് പറയുന്നത് നമ്മൾ ഈ പാത്രത്തിന്, കിച്ചണിൽ പാത്രത്തെ പിടിക്കാൻ ഉപയോഗിക്കുന്ന സാധനത്തിനാണ് നമ്മൾ ഇടുക്കിന്ന് പറയുന്നത്. നിങ്ങൾ ഇതിന് പേര് എന്ത് പറയുന്നത് കമൻറ്റിൽ കൂടി അറിയിക്കുക. അപ്പോൾ അത് പൊട്ടിപ്പോയതാണ്. അതിൻ്റെ ഒരു വശം എടുത്തിട്ടാണ് ഇങ്ങനെ ഞാനിത് മണ്ണൊക്കെ ഇളക്കി കൊടുക്കുന്നത്. വല്ലവന് പുല്ല് ആയുധം പറഞ്ഞിട്ട് നമുക്ക് ഒരു പഴഞ്ചൊല്ലുണ്ട്. നമുക്ക് എന്ത് കിട്ടിയാലും ഇതിനായിട്ട് ടൂൾസ് തന്നെ വാങ്ങണമെന്ന് ആവശ്യമില്ല. നമ്മളെ കയ്യിലുള്ളത് വെച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്യാം. ഞാൻ ഇപ്പോൾ സ്പൂണൊക്കെ ഉണ്ടെങ്കിലും അതും ഉപയോഗിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഉപയോഗിച്ചത് കിച്ചണിൽ കൊണ്ടുപോയി ഉപയോഗിക്കാൻ പാടില്ല. അത് ഇതിനായിട്ട് തന്നെ മാറ്റി വെക്കണം. ഇത് ഞാൻ നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് കട്ടിങ്സ്, അതൊന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ അത് പറിച്ച് മാറ്റി മണ്ണ് ഇളക്കി കൊടുത്തു. ഇത് നല്ല വെയിലത്ത് വെക്കണം ഈ തൈ, അപ്പോൾ നല്ല പൂ പൂക്കും. പക്ഷേ ഇതിങ്ങനെ നീണ്ടു പോകുന്നുണ്ട്. അപ്പോൾ ഒന്ന് കട്ടാക്കി കൊടുത്താലോ എന്ന് വിചാരിക്കുന്നുണ്ട്. കട്ടാക്കിയിട്ടില്ല. ഇപ്പം മണ്ണ് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തതാണ്. പിന്നെ അത് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പുറത്ത് പിന്നെ അഗ്ലോണിമ ചെടി എൻ്റെ അടുത്ത് ഇതാണ് ഉള്ളത്. ഇതും നല്ല ഒറ്റ ഒരു തൈ വെച്ച് കൊടുത്തതാണ്. നല്ല നിറച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ വാടിയ ഇലകളൊക്കെ ഉണ്ടായിരുന്നു. ഒന്ന് ക്ലീൻ ചെയ്യണം വിചാരിച്ചിട്ട് ക്ലീൻ ചെയ്യാനേ പറ്റിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഹസ്ബൻഡും വെള്ളം ഒഴിച്ച് കൊടുക്കും. എൻ്റെ ഹസ്ബൻഡോട് പറഞ്ഞെങ്കിൽ എല്ലാം ചെയ്യും. മാത്രമല്ല നമുക്ക് ചെടി കിട്ടിയില്ല. എല്ലാം പിടിച്ച് പറഞ്ഞിട്ട് 1-2 വെക്കും. അതുകൊണ്ട് ഞാൻ പേടിച്ചിട്ട് പറയാത്തത്. നല്ല വൃത്തിക്ക് നോക്കും മാത്രം. എപ്പോഴും വൃത്തി വേണമെന്ന് പറയൂ. പക്ഷെ അവരെല്ലാം ഇങ്ങനെ ഒറ്റ ഒരു തൈ മാത്രം വെച്ചിട്ട് ബാക്കിയെല്ലാം പറിച്ച് കളയും. അത് മാത്രമാണ് പ്രശ്നം. പക്ഷെ എന്ത് ജോലി ചെയ്തെങ്കിലും നല്ല നീറ്റായിട്ട് ചെയ്യും മാത്രം. പിന്നെ ഞാൻ എന്നെ ഇങ്ങനെ വെച്ചിട്ട് എല്ലാം ഒന്നൊന്ന് ഇങ്ങനെ ഉണങ്ങിയ ഇലകളൊക്കെ പറിച്ച് ഇങ്ങനെ കളഞ്ഞു. ഈ പൂ നല്ല രസമാണ് കാണാൻ. പക്ഷേ അത് കുറേ നാൾ നിർത്താൻ പാടില്ല. പൂ വരുന്ന മുമ്പേ ഇങ്ങനെ നുള്ളിക്കളഞ്ഞെങ്കിൽ നല്ലതാണ്. കുറച്ച് വേറെ സ്ഥലത്ത് മാറ്റി വെക്കണം വിചാരിച്ചുകൊണ്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കൈ കൊണ്ട് തന്നെ നുള്ളിക്കളഞ്ഞു. ശരിക്കും ഇല്ല, ഇതാണ് നല്ല സോഫ്റ്റായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു ചെടിയാണ്. ഞാനിങ്ങനെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പിച്ചി എടുത്തു. നമ്മൾ സിസർ വെച്ചിട്ട് മെല്ലെ കട്ടാക്കി കൊടുത്താൽ മതി. പിന്നെ വാടിയ ഇലകളൊക്കെ ആ തൈയിൽ കൊണ്ടുപോയിട്ട് നമ്മൾ മൂടാക്കെന്ന് പറയൂ. അതങ്ങനെ ഇടുമ്പോൾ നല്ല ചൂടല്ലോ, അങ്ങനെ ഇട്ടത്. പിന്നെ കളത്തിയ ചെടിയിൽ ഈ പൂവ് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഞാനതൊരു വീഡിയോയിൽ ഇടാം തീർച്ചയായിട്ടും. പിന്നെ ഇതും അങ്ങനെ തന്നെ നേരിട്ട് വെയിൽ വെക്കാതെ ഇരുന്നെങ്കിൽ നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. നേരിട്ട് വെയിലത്ത് വെക്കുമ്പോൾ ആ ഇലകളൊക്കെ വാടി കാണും. അതൊരു പ്രശ്നമുണ്ട്. ഞാൻ അതും നല്ലോണം ക്ലീൻ ചെയ്ത് കൊടുത്തു. പിന്നെ ഇപ്പുറത്തൊരു റോസിൻ്റെ തൈ ഉണ്ടായിരുന്നു. അത് മണ്ണ് ഇളക്കി കൊടുത്തിട്ട്
ആവശ്യമില്ലാതെ ഉണങ്ങിപ്പോയ കമ്പെല്ലാം കട്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതും ഇങ്ങനെ മെല്ലെ കുറച്ച് കാടായ പോലെ ഉണ്ടായിരുന്ന മണ്ണ് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ മണ്ണ് ഹാർഡായിട്ടില്ല, കാണുമ്പോൾ അങ്ങനെ തോന്നി. മൊത്തം നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു മണ്ണ്. അങ്ങനെ 2-3 തൈകളുണ്ടായിരുന്നു, അതും അങ്ങനെ ചെയ്തു. ഈ തൈയില്ലേ അത് പറിച്ച് കളഞ്ഞു. കാരണം ഇല്ലേ ഇവിടെ ഞാൻ കറുകാപ്പിള്ള്, നമ്മളെ നാട്ടിൽ അറുകമ്പിള്ള് എന്ന് പറയും, അത് പ്രാർത്ഥിക്കാനായിട്ട് ഞാനിങ്ങനെ പൂജക്കുള്ള കൊണ്ടുപോകാനായിട്ടാണ് വളർത്തുന്നത്. അവിടെ ഈ തൈ ഉണ്ടെങ്കിൽ ആ ഒരു തൈ മാത്രം മതി, ഫുള്ള് പടർന്ന് കയറും. അതുകൊണ്ട് അതെല്ലാം മാറ്റി ഇങ്ങോട്ട് എടുത്തു. ഇത് മാത്രം വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മറ്റേ ഈ തൈ വിട്ടിട്ട് മറ്റേതെല്ലാം മാറ്റിയെടുത്തു. ശരിക്കും കറുകാപ്പില നമ്മൾ 2-3 തൈ കൊണ്ടുവന്നിട്ട് വെച്ചതാണ്, നല്ല പടർന്ന് എങ്ങനെ കയറി അറിയോ. അതേപോലെ നമ്മൾ തുളസി മാടത്തിലും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് ഉണങ്ങി പോവും, പിന്നെ വരും, അങ്ങനെയാണ്. അതേപോലെ പറമ്പിലൊക്കെ കുറേ സ്ഥലത്ത് അവിടേക്ക് ഇവിടേക്ക് ഉണ്ട്. എന്നാലും ഞാൻ ഇവിടെയും കുറേ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കൂടി മറക്കാതെ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.